എറണാകുളം ചോറ്റാനിക്കരയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് കവറിനുള്ളിലാക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 20 വർഷമായി അടഞ്ഞുകിടക്കുന്ന കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചോറ്റാനിക്കര എരുവേലിയിലെ വീട്ടിൽ നിന്നും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. എരുവേലി സ്വദേശിയായിട്ടുള്ള ഫിലിപ്പ് ജോണിന്റെ വീടായിരുന്നു ഇത്. ഏകദേശം 25 വർഷത്തോളമായിട്ട് ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഫിലിപ്പ് ജോണും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ നിലവിൽ എറണാകുളത്താണ് താമസിക്കുന്നത്. ഇതിനിടയിലാണ് ഈ വീട്ടിൽ, ഈ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി വന്ന് താവളമടിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മെമ്പർ ഇവിടെ ഒരു പരിശോധന നടത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ഇന്നലെ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ഈ സമയത്താണ് ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഫ്രിഡ്ജിൽ നിന്ന് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തലയോട്ടിയും ഒപ്പം തന്നെ നട്ടെല്ലിൻ്റെ കശേരുക്കളും മറ്റ് ചില എല്ലിൻ്റെ ഭാഗങ്ങളും ഒരു 3 കവറുകളിലായിട്ട് സൂക്ഷിച്ച രീതിയിലായിരുന്നു ഈ വീട്ടിനുള്ളിലെ ഈ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അസ്ഥി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഒരു പ്രാഥമികമായിട്ട് വിലയിരുത്തലിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഫിലിപ്പ് ജോണിനെ പോലീസ് അദ്ദേഹത്തിൻ്റെ മൊഴി ശേഖരിച്ചിരുന്നു. ഈ വൈദ്യ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഈ അസ്ഥികളുടെ സംബന്ധിച്ചുള്ള ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട്. കൂടുതൽ പരിശോധന, പ്രത്യേകിച്ച് ഫോറൻസിക് അടക്കമുള്ള പരിശോധനകൾ ഏതായാലും നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഏതായാലും ഈ അസ്ഥിയെ സംബന്ധിച്ച് അത് ഏത് തരത്തിൽ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, അത് ഇവിടെ ഈ വീട്ടിലേക്ക് എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതായാലും ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ.